ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അതെ, ഇവിടെ ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കാൻ കേട്ടാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. കുറച്ചു നേരം ഇരുന്ന് ടി വി കാണാം. ടി വിയിൽ വല്ല ന്യൂസൊക്കെ ഇരുന്ന് കാണാം. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കുറേ JCB ഉണ്ടാ. ഇവനാണെങ്കിൽ JCB ഒക്കെ എടുത്ത് ഓടിക്കുന്നുണ്ട്. ഓ, ഇത് കൊള്ളാലോ. ഇവനിപ്പോൾ എന്തൊരു ചെയ്യണ്? ആ ലംബോർഗിനി മറിച്ചിടാൻ നോക്കാണോ? എന്റെ പൊന്ന്, ആ വണ്ടി മറിച്ചിട്ടൂലോ. ഫുട്ബോള് തെറിപ്പിക്കണ പോലെയാ ആ കാറിനെ തെറിപ്പിച്ച്. ഓ, എനിക്കും അപ്പോൾ ഒരു JCB വേണട്ടാ. ഇതേതായാലും നൈസായിണ്ട്. ഇനിയിപ്പോൾ JCB വേണമെന്ന സെറ്റാക്ക. നമ്മുടെ ഷോറൂമിൽ JCB കിട്ടണാവോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഫ്രാങ്ക്ലിനോട് തന്നെ ചോദിച്ചു നോക്കാം. അവൻ്റെ കയ്യിൽ 2-3 JCB ഇല്ലേ? അതിൽ ഒരെണ്ണം തരുമോന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എടാ ജാക്കേ, നീയാണോ? എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിനെ, അതെ, നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ JCB ഇല്ലേ? അതിൽ ഒരെണ്ണം എനിക്ക് തരാൻ പറ്റുമോ? എനിക്കും JCB ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ JCB ഒന്നും കിട്ടാനില്ല. അത് ശരി, അതാണോ? അതിനിപ്പോൾ എന്താ, ഞാൻ നിനക്ക് JCB തരാം. പക്ഷേ ഒരു കണ്ടീഷൻ. നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുതായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് JCB തരാം. എന്തു പറയണു? മോഡിഫൈഡ് സൂപ്പർ ബൈക്കാ? എന്നാ ശരി, സെറ്റാക്കാം. ഞാൻ നിനക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുതരാം. നീ അപ്പോഴേക്കും ഒരു JCB ഒക്കെ സെറ്റാക്ക്. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ ഫ്രാങ്ക്ലിനോട് സംസാരിച്ചു. അവൻ എനിക്ക് JCB ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനെ ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടു കൊടുക്കണമെന്ന്. മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊടുക്കണമെങ്കിൽ അവൻ എനിക്ക് JCB തരാമെന്ന്. എന്നാ ശരി, നമുക്കൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് സെറ്റാക്കാം. എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഇത് മോഡിഫൈ ചെയ്ത് കൊടുത്താൽ മതിയാ. ഇത് പിന്നെ റോയൽ എൻഫീൽഡ് 100 ആണ്. ഇത് പക്ഷേ ഒരു സൂപ്പർ ബൈക്കല്ല, ഇതൊരു നോർമൽ ബൈക്കാ. ഇത് മോഡിഫൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് വേറെ ബൈക്ക് മേടിക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഷോറൂം ഉണ്ട്. ഓ, ഈ സ്വിഫ്റ്റുകാരൻ അവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ. ഇയാളെ ഞാനൊന്ന് വെറുതെ ഓടില്ല. അല്ലെങ്കിൽ വേണ്ട, അയാൾ വെറുതെ വിട്ടേക്കാം. നമുക്ക് അധികം സമയമില്ലേ. നമുക്ക് വേഗം പോയിട്ട് ഒരു ബൈക്ക് മേടിക്കണം. 5 minutes later. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്കിവിടെ സ്റ്റൈലിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഷോറൂമിൽ വല്ല സൂപ്പർ ബൈക്ക് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സൂപ്പർ ബൈക്ക് ഉണ്ടാവും. ഇവിടെ നിഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ നിഞ്ചൊന്നും വേണ്ട. ഇതിൽ ഏത് ബൈക്ക് സെലക്ട് ചെയ്യാ? ഈ കാണുന്ന ബൈക്ക് വലിയ കുഴപ്പമില്ല. അത് BMW സൂപ്പർ ബൈക്കാന്ന് തോന്നുന്നുണ്ട്. എന്തൊട്ടായാലും നമ്മൾ ആ ബൈക്ക് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ബൈക്ക്. BMW ഏതൊരു ബൈക്കാണ്. ഏതാ പേരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ബൈക്കില്ലേ, അത് പെടയിട്ട് മോഡിഫൈ ചെയ്യാം. ഈ ബൈക്ക് ആക്ച്വലി മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബൈക്കിന് ഓൾറെഡി നല്ല സ്പീഡ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ആ ഫ്രാങ്ക്ലിൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് വേണമെന്ന്. എന്നാൽ പിന്നെ ഈ ബൈക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പിടച്ചുവിടാം. ഗൈസ്, അതിന് മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി. അതിൽ എല്ലാ മോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനിയിപ്പോൾ ഈ ബൈക്ക് അകത്തേക്ക് കയറ്റാം. എന്നിട്ടത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്കതേ ഈ ബൈക്കിൻ്റെ കളർ മാറ്റാം. വേറെ ഏത് കളർ കൊടുക്കുക? ചോപ്പ് കൊടുക്കാം. ചോപ്പ് വലിയ കുഴപ്പമില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്കിൻ്റെ അലോയ്സ് മാറ്റാം. ഇതിലിപ്പോൾ ഏത് അലോയ്സാണ് കൊടുക്കുക? നമുക്ക് ഏതെങ്കിലും ഒരു അലോയ്സ് കൊടുക്കാം. ഇത് കുഴപ്പമില്ല. ഇനി അലോയ്സിന് കളറും കൊടുക്കാം. കളറും ചോപ്പന കൊടുക്കാം. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറ് ചോപ്പന കൊടുക്കാം. സ്റ്റിക്കർ ഒട്ടിക്കണ? നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ എല്ലായിടത്തും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ബൈക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. അല്ല, ഇതെന്തത്? ഇവിടെ മുമ്പിൽ കുറേ ആൾക്കാർ നിൽക്കണ്ടല്ലോ.
ഹലോ ചേട്ടന്മാരെ, നിങ്ങളൊക്കെ ആരാണ്? അതെ, വഴിന്ന് മാറ്, ഞാൻ ദേ പോട്ടെ. അതെ, നമ്മൾ സിറ്റിയിൽ വലിയ ഗുണ്ടകളാ. നിന്റെ ബൈക്ക് കൊള്ളാലോ. അതെ, തൽക്കാലം ആ ബൈക്കില്ലേ അത് നമുക്ക് തന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ് ശരി, എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാൻ വന്നേക്കാണോ? ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഒന്നല്ല. എന്തൊട്ടായാലും നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. ചാവ അങ്ങോട്ട്. ദേ കിടക്കണം അവിടെ. അല്ല, ഇതെന്തത്? പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ആ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടത്തെ പോലീസുകാരൊക്കെ കറക്റ്റാണ്. ഇവരും കള്ളന്മാരുടെ കൂടെ നിൽക്കുക. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പോലീസുകാരെയും തീർത്തളയാം. ചാവ് അങ്ങോട്ട്, ചാവ്. ഇനിയിപ്പോൾ സിറ്റിയിലെ പോലീസിന്റെ ആവശ്യമില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു, ഒരാളെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം, നേരെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക് പോവാം. ഫ്രാങ്ക്ലിൻ പിന്നെ നമ്മുടെ സിറ്റിയിൽ എത്തിയാണാവോ? എത്തിക്കഴിഞ്ഞ് വിളിക്കാന്നാ പറഞ്ഞേ. അവൻ ഇതുവരെയ്ക്കും എത്തിയില്ലെന്നാ തോന്നണേ. നമ്മൾ പിന്നെ ഈ ബൈക്ക് മോഡിഫൈ ചെയ്തു. ഇതിൽ പിന്നെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തേ. നൈട്രോ വെച്ച കാരണം ഈ വണ്ടി നല്ല സ്പീഡിൽ പോവുണ്ടേ. എനിക്കിവിടെ വീലടിക്കാനും പറ്റുന്നുണ്ട്. അതും ഏതായാലും നൈസായിട്ടുണ്ട്. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കുന്നുണ്ട് കേട്ടാ. അതാ മിക്കാരും ഫ്രാങ്ക്ലിനാന്ന് തോന്നുന്നുണ്ട്. എടാ ജാക്കേ, എന്തായി? മോഡിഫൈഡ് ബൈക്കൊക്കെ സെറ്റായാ? ഞാൻ ദേ JCB കൊണ്ടുവരാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ സിറ്റിയിൽ ഒരു പാർക്കില്ലേ, ആ പാർക്കിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ദേ അങ്ങോട്ടേക്ക് വരാം. ആണോ? എന്നാ ശരി, ഞാൻ ദേ ഇപ്പോൾ പാർക്കിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ നമ്മളെ വിളിച്ചേക്കാ. അവൻ പറയണതേ ഈ സിറ്റിയിൽ ഒരു പാർക്കില്ലേ, അങ്ങോട്ടേക്ക് വരാൻ. ഫ്രാങ്ക്ലിൻ അങ്ങോട്ടേക്ക് JCB കൊണ്ട് വരാന്ന്. എന്നാ ശരി, നമുക്കിനി നേരെ പാർക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ പാർക്കിലേക്ക് വന്നേക്കാ. ഇങ്ങോട്ടേക്ക് വരാനാ ഫ്രാങ്ക്ലിൻ പറഞ്ഞേ. ഏയ്, ഇതെന്തത്? ഇവിടെ എനിക്ക് ഒരാളെയും കാണാനില്ല. ഫ്രാങ്ക്ലിനപ്പോൾ ഇതായിരിക്കും വന്നില്ലേ? ആ, കുഴപ്പമില്ല, നമുക്ക് ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. a few moments later. ഓക്കെ, ആ ഫ്രാങ്ക്ലിൻ അങ്ങനെ JCB കൊണ്ട് വന്നൂട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, ഇതെന്തത്? നീ എന്താ വരാൻ ലേറ്റ് ആയേ? ഞാൻ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യണ്. എടാ ജാക്കേ, നിനക്കറിയാലോ ഈ JCB സ്പീഡിലൊന്നും പോവില്ല, പതുക്കെ പോവുള്ളൂ. അതുകൊണ്ടാ വരാൻ ലേറ്റ് ആയേ. ആണോ? എന്നാ ശരി, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഏതായാലും ഈ JCB ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഞാൻ പിന്നെ ഇതുവരെയ്ക്കും JCB ഓടിച്ചിട്ടില്ലേ, ആദ്യമായിട്ടാണ് ഓടിക്കണേ. അപ്പം ഇതാണ് ഫ്രാങ്ക്ലിൻ എനിക്ക് കൊണ്ടുവന്ന JCB. ഇത് സംഭവം നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയുമില്ല. ഈ JCB ഓടിക്കാൻ നല്ല രസമുണ്ട്. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഞാൻ ആ കാറിനെ മറിച്ചിട്ടല്ലോ. ആ, അതിപ്പോൾ സീനില്ല. എന്നിട്ടായാലും ഈ വണ്ടി എനിക്ക് ഇഷ്ടമായിട്ടാ. ഈ വണ്ടിയും അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. JCBയുടെ മോഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി, അതിൽ നിന്ന് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.